ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ടിപ്പാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. എനിക്ക് വന്നിട്ടുള്ളൊരു അബദ്ധം ഞാൻ പഠിച്ച ടിപ്പാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മക്രോണി വേവിക്കുന്ന സമയത്ത് അത് നമ്മൾ മക്രോണി പാസ്തയൊക്കെ വേവിക്കുമ്പോൾ അതിൽ 1-2 ഡ്രോപ്പ് ഓയിൽ ഒഴിക്കുമല്ലോ, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് തുറന്നു പോയിട്ട് ഒരുപാട് ഓയിൽ അതിലേക്കായി കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ അത് കുക്ക് ചെയ്യുമ്പോൾ ആകെ ഒരു എണ്ണയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൂടെ അത് ഫുള്ളായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ആ ഒരു മക്രോണി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എണ്ണയിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനതൊന്നും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതും കൂടെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് വെച്ചു. അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും കളയണം. അപ്പോൾ അങ്ങനെ കളയാൻ തോന്നിയില്ല, ഒരുപാട് ഓയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോയെന്ന്. പ്രത്യേകിച്ചൊന്നും എനിക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു നോക്കട്ടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം ഞാൻ ഇതെല്ലാം ഇതിലേക്ക് ഇങ്ങനെ മാറ്റി കുറേ സമയം കഴിഞ്ഞ സമയത്ത് ആ ഒരു എണ്ണയുടെ ഇങ്ങനെ മേലേക്കായിട്ട് താഴെ ഭാഗത്ത് ഇങ്ങനെ വെള്ളവും കുറച്ച് ഓയിലും കൂടെ മിക്സ് ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ താഴെ കണ്ടു കേട്ടോ. അപ്പോൾ തോന്നിയതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചാലോ എന്ന്. കാരണം തണുപ്പ് സമയമാകുന്ന സമയത്ത് എണ്ണയൊക്കെ കണ്ടില്ല, ഒരു കട്ടയായിട്ടൊക്കെ ഓയിലൊക്കെ കാണാറുണ്ടല്ലോ നമ്മൾ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ദിവസം ഇതൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. തണുത്തിട്ട് വരുമോ നോക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് തുറന്ന് നോക്കിയപ്പം അതിൻ്റെ ആ ഒരു നെയ്യിലെല്ലാം കൂടെ ഇങ്ങനെ ഓയിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ഡാൽഡ പോലെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കംപ്ലീറ്റ് ആയിട്ടും കുറച്ചിങ്ങനെ അതിൻ്റെ മേലെ വെള്ളമുണ്ട്. അപ്പം ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റി. അത് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അത് കറക്റ്റ് വെള്ളം പോലെയാണ്, എണ്ണമയൊന്നും ഇല്ലാത്ത വെള്ളം പോലെയാണ്. അപ്പം ഞാനത് അതൊരു പാത്രത്തിലേക്ക് മാറ്റി. ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയപ്പോൾ ആ ഒരു ബോട്ടിലിൽ ഇങ്ങനെ നല്ല വാക്സ് പോലെ ഇരിക്കുന്നുണ്ട് മേലെ ഭാഗത്ത്. അപ്പോൾ ഞാനതിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചെടുത്തപ്പോൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. താഴെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും വെള്ളമാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാനതെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം വലിയൊരു കട്ടായിട്ടാണ് കിട്ടിയത്. പിന്നെ അതിൻ്റെ ആ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ആ ഒരു സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതും എല്ലാം മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്കിനി ആ വെള്ളം കളയാനുള്ളതാണല്ലോ, അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് എല്ലാം ഞാൻ മാറ്റി കേട്ടോ. ആ വെള്ളം തൊട്ട് നോക്കിയപ്പോൾ അതിൽ എണ്ണമയൊന്നുമില്ല, കറക്റ്റ് നല്ല വെള്ളമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടി പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ഒരു വാക്സ് പോലെ ഇരിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നെയ്യുടെ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും ഓയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് ഒരു ഡാൽഡ പോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വെള്ളം ഞാൻ ഒഴിവാക്കിയിട്ട് അടിഭാഗത്തിൽ ഞാൻ തൊട്ട് നോക്കിയപ്പം ഒരു വാക്സ് അല്ല, അതൊരു ഇതിലെ മായം ആണെന്ന് തോന്നുന്നു. എന്തോ ഒരു പൊടി പോലെ ഇരിക്കുന്ന ആ ഒരു ചില സമയത്ത് ഓയിലും ഒക്കെ കാണാമല്ലോ, അങ്ങനെയുള്ള എന്തോ സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ചെറിയ ടിപ്പ് യൂസ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ആയിട്ടുള്ള എണ്ണ നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്താലും മതി കേട്ടോ. പക്ഷേ ആ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.